ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം പേരിൻ്റെ പേരിൽ ഏറിൽ കയറി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ് മാധവ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സൈഡിലൂടെ ദേവിക്ക്. അപ്പോൾ എനിക്കിവരെ അറിയാവോ എന്ന് ചോദിച്ചാൽ സ്ക്രീനിൽ കണ്ട് പരിചയമല്ലാതെ ചെറുതായിട്ടൊന്നറിയാം. സ്ക്രീനിൽ കണ്ട് പിന്നെ നിങ്ങൾക്കും എനിക്കൊക്കെ പരിചിതരായിട്ടുള്ള ഒരു വ്യക്തികളാണ് അവർ. പക്ഷേ എനിക്കല്ലാതെ അറിയാവുന്നത് എങ്ങനെയാ വെച്ചാൽ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ അവിടുത്തെ ഗസ്റ്റ് വിജയ് മാധവും ദേവികയായിരുന്നു വിവാഹം ഉറപ്പിച്ച സമയത്ത്. എന്നതിന് ശേഷം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ്റെ മകളുടെ വിവാഹ സമയത്താണ് രണ്ടാമത് കാണുന്നത്. അപ്പോൾ പി എമ്മിനെ കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് വിജയ് മാധവും ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടിയും അടുപ്പം പുതുക്കി എന്ന് പറയാം. പിന്നെ അവരെ ഹോട്ടലിൽ കൊണ്ട് ചേർക്കുന്നതും അവരെ പോകാനുള്ള ഇതൊക്കെ കൊണ്ടുപോയതും കാര്യങ്ങളൊക്കെ അരുണാണ്. അപ്പോൾ നമ്മൾ മലയാളികളാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉള്ള പരിചയം ഒന്ന് പുതുക്കുക എന്നുള്ള ഒരു നാട്ടു നടപ്പുണ്ടല്ലോ, ആ ഒരു പുതുക്കൽ മാത്രം പുതുക്കി എന്നുള്ള, അതല്ലാതെ എനിക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ആൾക്കാരൊന്നുമല്ല. അപ്പോൾ എയറിൽ കയറിയിട്ട് ഇങ്ങനെ ആടി കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഒരു വിഷമം തോന്നി. അപ്പം നിങ്ങളടുത്ത് രണ്ട് വാക്ക് സംസാരിച്ചാലോ എന്ന് വിചാരിച്ചു. ഒരാൾക്കെങ്കിലും മനസ്സിലായാൽ അത്രയും നന്നില്ലേ. അതായത് ഉത്തമ, അവരുടെ കുഞ്ഞല്ലേ അത്. അപ്പം അവരുടെ കുഞ്ഞിന് എന്ത് പേരിട്ടാലും അത് നമ്മളാരെയും ബാധിക്കുന്നതല്ലല്ലോ, ആണോ? നമ്മൾ ഏതൊരു മനുഷ്യനും ആഗ്രഹമുള്ളൊരു സംഭവമാണ് ഈ കുഞ്ഞ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കുഞ്ഞ് എന്ന് പറയുന്ന ആ ആഗ്രഹത്തെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് എന്ത് പേരിടണം എന്നുള്ളത് ആ മാതാപിതാക്കളല്ലേ തീരുമാനിക്കേണ്ടത്, അവരുടെ ചോയ്സ് അല്ലേ. അപ്പം നിങ്ങളിപ്പോൾ പറയുന്ന ഓം പരമാത്മ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഭാവിയിലേക്ക് മറ്റേ സ്കൂളിൽ നിന്ന് കളിയാക്കും, സന്യാസിമാർക്ക് അങ്ങനെ പേരുണ്ടാവുക, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ മമ്മൂട്ടി എന്നുള്ള പേര് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? മമ്മൂട്ടി ഒരു വലിയൊരു ആക്ടറാണ് എന്ന് വെച്ചിട്ട് ഏതെങ്കിലും കുട്ടീനെ ആരെങ്കിലും മമ്മൂട്ടി എന്ന് പിന്നീട് വിളിച്ചിട്ടുണ്ടോ? വേണ്ട. ഏതെങ്കിലും ഒരു ചെക്കന് മോഹൻലാലിന് പേരിട്ടിട്ടുണ്ടോ? ഇപ്പോൾ ന്യൂ ജനറേഷൻ ആരെങ്കിലും മോഹൻലാലിന് പേര് ഇട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. പൃഥ്വിരാജ് അത് പിന്നെയും ഉണ്ടാവും. ഈ മമ്മൂട്ടി മോഹൻലാലൊക്കെ ഒരു പീസല്ലേ ഉള്ളൂ. അല്ല, അറിയാൻ മേല എന്നിട്ട് ചോദിക്കുക. അപ്പം ഇവരുടെയൊക്കെ യഥാർത്ഥ പേര് ഇതല്ല എന്നുള്ളതും സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയതാണെന്നുള്ളതൊക്കെ എനിക്കറിയാവുന്നതാണ്. പക്ഷെ അതല്ല, ഈ പേര് വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കുരു പൊട്ടുന്നതുണ്ടെങ്കിൽ ഈ മമ്മൂട്ടിന്നും മോഹൻലാലിനൊക്കെ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള പേരല്ലേ. മറ്റേത് കുറച്ച് ഇത് മറ്റേ ആത്മീയത കൂടിപ്പോയതാണ് നിങ്ങൾക്ക് പ്രശ്നമായത്, ഓം കൂട്ടിയത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ. ചിലർ ഭയങ്കര ഭക്തന്മാരായിരിക്കും, ചിലരൊരു ആവറേജ് ആയിരിക്കും, ചിലർക്ക് ഒട്ടൊട്ട് ഭക്തി ഉണ്ടാവില്ല. ഇങ്ങനെ 3 കാറ്റഗറിയിൽ പറ്റുന്ന ആൾക്കാരില്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഭക്തിയുള്ള ആൾക്കാർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചില കാറുകൾ നിങ്ങൾ കണ്ടിക്കുമോ? കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് ഗണപതിയും പിന്നെ ശിവനും ശിവലിംഗവും അങ്ങനെ പിടിച്ച് കുറേ നിരത്തി അവിടെ വെക്കുന്ന പോലെ കണ്ടിട്ടുണ്ടോ? ബാക്കിൽ ഫോട്ടോ ഒട്ടിക്കുകയും കാര്യങ്ങളൊക്കെ. ചിലരോ ഒന്നും ഉണ്ടാവില്ല, എയർ ഫ്രഷ്നർ പോലും ആ വണ്ടിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവില്ല, മറ്റേ തൂക്കിയിടുന്നത് പോലും വെക്കൂല എന്നുള്ള 2 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടല്ലോ. അതേപോലെ ഈ വിജയ് മാധവും ദേവികയും ഓല് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുഞ്ഞിനാ, അങ്ങനെ തന്നെ പറയണം. ഒരു കുഞ്ഞ് പറയുന്നത് ജനിച്ച് വരുമ്പോഴേക്ക് എന്തോരം കഷ്ടപ്പാടുണ്ടാകുന്നറിയോ. ഒരമ്മയായ എനിക്കത് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം അത്രമേൽ ഓല് കഷ്ടപ്പെട്ട് അത്രമേലൊരു പൈസ മുടക്കി ഉണ്ടാക്കിയെടുത്തൊരു കുഞ്ഞിന് സ്വന്തമായിട്ടൊരു പേര് വെക്കാൻ ഈ നാട്ടുകാരെ പേടിക്കണം എന്നുള്ള എന്തൊരവസ്ഥയാടേ ഇത്. നമ്മുടെ കാലത്തിൻ്റെ പോക്ക് ഇത് എങ്ങോട്ടാ? നിങ്ങളുടെ ആരുടെയും കുഞ്ഞിന് അഭിപ്രായം പറയാൻ അവരാരും വരുന്നില്ലല്ലോ. ഇതിപ്പോൾ വിജയ് മാധവ് എന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിങ്ങാൻ കൗതുകത്തോടെ കൂടി നിൽക്കുന്നത്. ഇതിനെക്കാട്ടിലും ഭക്തരായിട്ടുള്ള ആൾക്കാർ ഇതിനെക്കാട്ടിലും ചിലപ്പോൾ അപ്പുറത്തെ പേരിട്ടിട്ടുണ്ടാവും. അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പം നിങ്ങൾക്ക് ഇതായിരിക്കും ആത്മജ അതിന് ഒരു ഇത്. അത് പിന്നെ
കേട്ടാൽ നമുക്ക് തോന്നും പെണ്ണിൻ്റെ പേരാണ്. പക്ഷെ ഇത് കേട്ടാൽ ഒരു വാക്ക് പറയുമ്പോഴാണ് തോന്നുന്നത്. സത്യാവസ്ഥ ആണ്, നിങ്ങളൊക്കെ പറയുന്നത് സത്യമാണ്. അത് ഞാനും അംഗീകരിക്കുന്നു. കാരണം ഓം പരമാത്മാ എന്നൊക്കെ പറയുന്നത് നമ്മളെന്തോ ധ്യാനത്തിലേക്ക് മുഴുകുകയാണ് എന്നുള്ള ഒരു ചിന്താഗതി വരുന്നൊരു ടോക്കാണത്. അപ്പോൾ സംഭവങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, കുഞ്ഞ് എന്ന് പറയുന്നതൊക്കെ അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ? അവനവൻ്റെ കുഞ്ഞിന് പേരിടുക എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളല്ലേ? ആ ഇഷ്ടങ്ങൾ അവനവൻ്റെ കുഞ്ഞിനിപ്പം ഈ മാധവൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആത്മജ എന്നുള്ള പേര് സിസ്റ്ററുടെ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ട് സിസ്റ്ററുടെ കുട്ടി അത് ഇട്ടില്ല എന്ന് അല്ല, ആ സിസ്റ്ററുടെ കുട്ടിക്ക് അത് ഇട്ടില്ല എന്ന് പറഞ്ഞു. സിസ്റ്ററുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പോലും ആത്മജ എന്നുള്ള പേര്. അപ്പോൾ അവരത് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്തെന്ന് ചിന്തിച്ച് നോക്കൂ, ഒരു പേര് ആശിച്ച് മോഹിച്ച് കിട്ടിയിട്ട് അത് സിസ്റ്ററോട് പറയുമ്പോൾ അവർക്കത് താല്പര്യമല്ല, അവരവരുടെ ഇഷ്ടത്തിന് പേരിട്ടു. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കുഞ്ഞിൻ്റെ മേലല്ലേ തീർക്കുക? പണ്ട് എൻ്റെ മൂത്ത ഏട്ടത്തിക്ക് കുഞ്ഞുണ്ടായ സമയത്ത് ഈ വീട്ടിലെ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണ് ഇവനെ താഴത്തും വെക്കൂല തലയിലും വെക്കൂല എന്നുള്ള അവസ്ഥയാണ്. ഇവിടെ ഒരു സെക്കൻഡ് ഉറങ്ങുമ്പോൾ പോലും ഇവനിങ്ങനെ നോക്കി നിൽക്കാൻ ആൾക്കാരുണ്ടാകുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്കിതിനൊന്ന് കയ്യിലൊന്ന് കിട്ടണം, കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും എനിക്കൊന്ന് കിട്ടണം. പക്ഷെ എനിക്ക് കിട്ടൂല. ഉമ്മ ഉണ്ട്, ഏട്ടത്തിമാർ 2 ആളുണ്ട്, വാപ്പുണ്ട്, വല്യമ്മണ്ട്. ഇവരൊക്കെ കൊഞ്ചിച്ച് കഴിഞ്ഞിട്ട് ഒരിത്തിരി സമയം നമ്മൾക്ക് കിട്ടിയാലായി. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇതിന് കിട്ടുന്നില്ല. ഉറങ്ങുമ്പോൾ പോലും പോയി നോക്കിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാനിങ്ങനെ വിഷമം പറഞ്ഞു ഉമ്മാനോട്, ഉമ്മ ചാനൂനൊന്നും എനിക്ക് നോക്കാൻ പോലും കിട്ടുന്നില്ലല്ലോ ഉമ്മ പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ട് നിലവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിളിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആർക്കൊക്കെ എൻ്റെ ഭാഷ മനസ്സിലാവുമെന്ന് അറിയില്ല കേട്ടോ, കരയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മ അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് കുട്ടി ഉണ്ടാകുമ്പോൾ നീ കണ്ണ് നിറച്ചവും കണ്ടോളേണ്ടി, നീ ഉറങ്ങുമ്പോൾ നോക്കിക്കോളേണ്ടി, എടുത്തും നടന്നോളേണ്ടി, എങ്ങനെ വേണമെങ്കിലും നിനക്ക് നിൻ്റെ കുട്ടീനെ കൊണ്ടുപോകാം. ഇവനപ്പം ഇത്രയും ആൾക്കാരുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം നിനക്ക് കിട്ടിയെന്ന് വരില്ല. നിനക്ക് നിൻ്റെ കുട്ടി ആവട്ടെ, അപ്പം നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളേണ്ടി എന്ന് പറഞ്ഞു. അതേപോലെ എനിക്കൊരു കുട്ടീനെ കിട്ടിയപ്പം ഞാൻ ഇവനെ ഉറങ്ങുന്നതെന്ന് നോക്കി കുത്തിരിക്കൂ, ഇവനെ കണ്ണെയ്തും പൊട്ടടിപ്പിക്കൂ. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അവിടെ തീർന്നു. മനസ്സിൽ അത്രയും ആഗ്രഹങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. ഒക്കെ എനിക്കൊരു മകനായപ്പം ഞാൻ അവനെ തീർത്തു. അതേപോലെ തന്നെയാണ് ഏതൊരു മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങളാണ് സാധിക്കപ്പെടുന്നത്. നാളെ ഒരു പക്ഷേ ഈ പേര് ആ കുട്ടീനെ എത്രത്തോളം വേദനിപ്പിക്കുമെന്നോ അല്ലെ ആ കുട്ടീനെ എത്രത്തോളം അപമാനിതരാക്കുമെന്നൊന്നും വിജയമാധവോ ദേവികയോ ചിന്തിക്കുന്നില്ല. അവരുടെ തൃപ്തി മാത്രമേ നോക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ കളിക്കുന്നത്. അപ്പോൾ അതിൽ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അവരുടെ കുഞ്ഞാണ്, അത് അവർക്ക് മാത്രമേ അവകാശമുള്ളൂ. നമുക്കൊരാൾക്കും അതിൽ അവകാശമില്ല. നമ്മൾ അവകാശം കൈകടത്തിയിട്ട് കാര്യമല്ല. അവരെന്തോ പേരിട്ടോട്ടെ, അവരുടെ കുട്ടി അതിനാൽ എന്തോ വിഷമം അനുഭവിച്ചോട്ടെ, അവർ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള വകുപ്പ് കൂടി അവർ കണ്ടോട്ടെ എന്നുള്ള കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ കഴിയുന്നത് അവരെ കെയറിൽ കയറ്റാതിരിക്കുക. പേരിട്ടതിൻ്റെ പേരിൽ രണ്ടാമതിപ്പം കെയറിൽ കയറുന്നത്. അപ്പോൾ എൻ്റെ മക്കളുടെയൊക്കെ പേര് ഞാൻ ഇതിനോടുകൂടെ പറയാട്ടോ, ഇത് പറയുന്നതുകൊണ്ട് പറയാം. എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, എൻ്റെ മക്കളുടെ പേര് കേൾക്കുന്ന സമയത്ത് മതം പറയാൻ പാടില്ല എന്ന്. ജസ്ന എന്ന് പറഞ്ഞാൽ മുസ്ലിമാണെന്നുള്ളത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പം സിന്ധു എന്ന് പേര് പറഞ്ഞു, ഹിന്ദു ആയിരിക്കും മനസ്സിലാവും. അതേപോലെ എൻ്റെ 2 കുഞ്ഞുങ്ങളുടെ പേര് കേൾക്കുമ്പോഴും അവരേത് മതസ്ഥരാണ് എന്നുള്ളത് മനസ്സിലാവരുത് എന്ന് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. എൻ്റെ മോൻ്റെ ആദ്യത്തെ പേര് മാറ്റി മോളുണ്ടായതിന് ശേഷം മോൻ്റെ പേര് തന്നെ ഞാൻ സർട്ടിഫിക്കറ്റിൽ മാറ്റിയെടുത്തതാണ്. എൻ്റെ കുട്ടികളുടെ പേരോട് ഞാൻ പറഞ്ഞുതരാം. ലെൻഷാനും ലെനിഷ്കയാണ്. അപ്പം ലെൻഷാൻ എന്ന് കേൾക്കുമ്പോൾ ഏത് മതസ്ഥനാണ്, ഏത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ എന്ന് മനസ്സിലാവില്ല. ലെനിഷ്ക എന്ന് കേട്ടാലും മനസ്സിലാവില്ല. അപ്പം മക്കളുടെ പേര് കേൾക്കുമ്പോൾ മതം പറയരുത് എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. അതേപോലെ വിജയമാധവന്
ഭക്തി അറിയണമെന്നുള്ളത് കുട്ടിയുടെ പേരിലൂടെ തന്നെ ഓരോരുത്തരും ഓം എന്ന് പറയുന്നത് നല്ലൊരു വാക്കാണല്ലോ. ആ ഓരോ തവണ കുട്ടീനെ വിളിക്കുമ്പോഴും ഒരാളൊരു നല്ല കാര്യം ചെയ്തോട്ടെ എന്നുള്ള ചിന്താഗതി, ആ ഒരു തോട്ടാണ് വന്നതെങ്കിൽ പറയാൻ പറ്റില്ല, അത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ വിട്ടേക്ക്, അവരുടെ വഴിക്ക് വിടുന്നതായിരിക്കും നല്ലത്. വെറുതെ നമ്മളെന്തിനാ മറ്റുള്ളവരെ ഇറച്ചി തിന്നാൻ പോകുന്നത്. അപ്പോൾ പേരിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇതാണ്. കഴിയുമെങ്കിൽ അവരവരുടെ ഫ്രീഡത്തിൽ വിടുക. കാരണം അവരുടെ കുഞ്ഞാണ്, അവർ കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ ഇത്രത്തോളം ആക്കിയെടുത്തത്. ആ കഷ്ടപ്പാട് നമ്മളോട് ആരോടും പറയാനും വന്നിട്ടില്ല, നമ്മളിൽ പങ്കുവച്ചിട്ടുമില്ല. പങ്കുവച്ചാലും നമുക്കത് മനസ്സിലാവാനും പോകുന്നില്ല. അതുകൊണ്ട് ഓളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നമ്മൾ കൈ കടത്താതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ടാറ്റാ.